യൂട്യൂബിൽ ഇപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുന്ന വറുത്ത കേക്ക് ഞാനും ഉണ്ടാക്കി നോക്കി. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഏത് കപ്പിൽ റവ എടുത്തോ ആ കപ്പിൽ തന്നെ നമുക്ക് മൈദ ഒരു അര കപ്പ് മൈദയും കൂടി അതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മൈദയും റവയും ആണ് ഇതിൻ്റെ പ്രധാന ഘടകങ്ങൾ. ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഒത്തിരിയൊന്നും വേണ്ട, ബേക്കിംഗ് സോഡ കുറച്ച് മതി. നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയുടെ ആവശ്യമേ ഉള്ളൂ. അതും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തും ചെല്ലാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്തെടുത്തു. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് അതിന് മധുരം വേണമല്ലോ. അപ്പം അതിനായിട്ട് നമുക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ കേട്ടോ. മധുരം കൂടുതൽ വേണമെങ്കിൽ അര കപ്പ് എടുത്തോളൂ. കുട്ടികൾക്കൊക്കെ മധുരം കൂടുതൽ ഇഷ്ടമാണല്ലോ. ഞാൻ അതിലേക്ക് ഒരു 5 ഏലക്ക പൊടിച്ച് അതിൻ്റെ കുരുവും കൂടി ഇട്ട് കൊടുത്തു. പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുമല്ലോ. പഞ്ചസാര പൊടിക്കണമെന്നൊന്നുമില്ല, എന്നാലും ഞാൻ ഏലക്ക നന്നായിട്ട് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ആ ഏലക്കായും കൂടി ഇട്ട് ആ പഞ്ചസാരയും ഏലക്കായും കൂടി ചേർത്ത് പൊടിച്ചെടുത്തത്. എന്നിട്ട് നമുക്ക് ആ കൂട്ടിലേക്ക് ആ പൊടിച്ച മധുരം ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊരു അര കപ്പ് പഞ്ചസാര എടുക്കുക. ഇത് നോർമൽ മധുരമാണ് കേട്ടോ, കൂടുതൽ മധുരമൊന്നുമില്ല, നോർമൽ മധുരമാണിത്. ഇനി നമ്മൾക്ക് വേണ്ടത് മുട്ടയാണ്. ഇപ്പം ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം. നല്ല അടിച്ചെടുക്കാൻ നമുക്ക്. ഇപ്പോൾ നന്നായിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ കൂട്ടിലേക്ക് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് അത് മിക്സ് ചെയ്താൽ ശരിയാവത്തില്ല. നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് പാലോ ഇത് നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് വെള്ളമോ പാലോ ഒന്നും ചേർക്കുന്നില്ല. ഈ മുട്ട കൊണ്ട് തന്നെ നമ്മളത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾക്ക് ഇത് ചീത്തയാകാതെ നമ്മൾ ദിവസങ്ങളോളം ഇരിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ അത് ചെയ്യണം. നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ അത് കൂടുതൽ ഡ്രൈ ആവരുത്, അതോടൊപ്പം തന്നെ ലൂസും ആകരുത്. ഇപ്പം ഞാൻ കുഴച്ചെടുത്തപ്പോൾ കുറച്ച് ഡ്രൈ ആയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് മുട്ട കൊണ്ട് വേണമല്ലോ കുഴയ്ക്കാൻ. അപ്പോൾ ഞാൻ ഒരു മുട്ടയും കൂടി എടുത്തു. അതും കൂടി നന്നായിട്ട് അടിച്ച് അതിലേക്ക് ഒഴിച്ച് കുഴയ്ക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ മുട്ട നന്നായിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആ മുട്ടയും കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഒന്നും കൂടി തിരുമ്മി യോജിപ്പിക്കുകയാണ്. ഇപ്പം ഏകദേശം പാകത്തിന് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. കൂടുതൽ ഡ്രൈയും ആയി പോകരുത്, എന്നാൽ കൂടുതൽ ലൂസും ആകരുത്. ആ ഒരു രീതിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മളുടെ മാവിരിക്കേണ്ടത്. വളരെ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അതുപോലെ നമ്മളുടെ കുട്ടികൾക്കൊക്കെ ഇപ്പം അവധിക്കാലമൊക്കെ വരാൻ പോകുകയല്ലേ, നിങ്ങൾ ഉണ്ടാക്കുക, സൂക്ഷിച്ച് വയ്ക്കുക, കുട്ടികൾക്ക് കൊടുക്കുക. ഇനി അതവിടെ ഇരിക്കട്ടെ. നമുക്കത് വറുത്തെടുക്കണമല്ലോ. അതിനായിട്ട് ഞാൻ ഒരു ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചു. ഒരു ചെറിയൊരു ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഞാനിപ്പോൾ ഒരു 2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ അത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തീർക്കണം, എന്നാലേ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. വെളിച്ചെണ്ണ ഉണ്ടാക്കിയാൽ അങ്ങനെയാണ്. പക്ഷേ സൺഫ്ലവർ ഓയിലാണെങ്കിൽ നമുക്കത് കേടുകൂടാതിരുന്നുള്ളൂ. അതുകൊണ്ടാണ് സൺഫ്ലവർ ഓയിൽ എടുത്തത്. അത് എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേ നമുക്ക് അതിലേക്ക് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മളിതുപോലെ കയ്യിലെടുത്തുനിന്ന് പിച്ചി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് ഷേപ്പൊന്നും ആക്കണ്ട, ചുമ്മാ അത് പിച്ചി അങ്ങ് ആ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതവിടെ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ബോൾ പോലെ ആയിക്കോളും.
കണ്ടോ, ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. വളരെ എളുപ്പമാണ്, ഉണ്ടാക്കാനും എളുപ്പം. അതുപോലെ നമുക്കിത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാനും പറ്റും. അതാണ് അതിൻ്റെ മേന്മ. ഇപ്പോൾ കുട്ടികളൊക്കെ പുറത്തൊക്കെ ജോലിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്കിത് കൊടുത്തു വിട്ട് അവർക്ക് പാക്ക് ചെയ്തൊക്കെ കൊടുത്തു വിടാൻ സാധിക്കും. കേൾക്കുന്ന ആ രൂപത്തിൽ നമുക്ക് കഴിക്കാമല്ലോ. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് വീർത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് എടുത്ത് മാറ്റാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ടിഷ്യൂ ഒക്കെ വെച്ച് ആ എണ്ണ ഒന്ന് കുറച്ച് ടിഷ്യൂ കുടിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു ടിഷ്യൂ ഒക്കെ ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഞാനിതങ്ങ് കോരി അങ്ങ് അതിലേക്ക് ഇടുകയാണ്. നന്നായിട്ട് മൊരിച്ചിട്ടുണ്ടല്ലേ. ഇങ്ങനെ കോരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ വറുക്കുമ്പോഴേ നമ്മൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ അതിൻ്റെ തരികളൊക്കെ അടിഞ്ഞിട്ടുണ്ടാകും അല്ലേ. അത് ഇതുപോലത്തെ ഒരു ഒഴിയുള്ള ഒരു തവി കൊണ്ട് ഇങ്ങനെ കോരി ആ പൊടി നമുക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഞാൻ അതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, അതിൻ്റെ ഉൾഭാഗം കണ്ടോ. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. വളരെ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് തന്നെയല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ ബൈ.